ഹായ് ഞാൻ ദീപ. എന്നോടില്ലേ ഒത്തിരി പേര് ഏത് കോഴ്സാണ് പഠിച്ചത് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണ് പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പഠിച്ച യൂട്യൂബ് കോഴ്സസാണ്, ഫ്രീ ആയിട്ടുള്ള കോഴ്സസാണ് ഞാൻ പഠിച്ചത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇതേപോലത്തെ സെർച്ചസ് നടത്തുക. അതായത് കരിയർ കംബാക്ക് എന്നോ IT ജോബ്സ് എന്നോ ടെക്നോപാർക്ക് ജോബ്സ് എന്നോ പാർക്ക് ജോബ്സ് എന്നോ അല്ലെങ്കിൽ ഇപ്പം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ജോബ്സ് അങ്ങനെയുള്ള അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഞാൻ ടെസ്റ്റിംഗ് ബേസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഡെവലപ്പർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജാവയാണ് പഠിക്കണമെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സെർച്ച് ചെയ്യുക. കൂടുതലും നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പം ഒരു 2-3 ദിവസത്തിനകത്ത് തന്നെ ഒത്തിരി അധികം ഈ സെർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ റീൽസ് വരാൻ തുടങ്ങും. ഈ റീൽസിനകത്തൊക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് പോപ്പപ്പായി വരും. ചിലതിൻ്റെ ആഡ്സ് കാണും, ചിലത് അല്ലാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള അൽഗോരിതം ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആ സെർച്ച് നമ്മുടെ ഫീഡിൽ ആ സെർച്ചസ് വരും. അല്ലെങ്കിൽ അതേപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയോ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥാപനങ്ങളുടെയൊക്കെ ആഡ്സും അല്ലെങ്കിൽ റീൽസും ഒക്കെ വരും. അതിൽ നിന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു റീൽ കണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട് അതിൽ ജോയിൻ ചെയ്യുകയല്ല വേണ്ടത്. അവരെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണ വേണം. അവരുടെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കണം. ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായ പോസിറ്റീവ് റിവ്യൂ ആയിരിക്കും. അങ്ങനെ ഭയങ്കര പോസിറ്റീവ് റിവ്യൂ കണ്ടു കഴിഞ്ഞാലും അതിനകത്തൊരു ഫേക്ക് സംഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചതായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് പോസിറ്റീവാണ്. അതിൽ 1-2 മാത്രമേ നെഗറ്റീവ് കിടപ്പുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഓൾറെഡി ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് അവിടെ ഓൾറെഡി പഠിച്ചിറങ്ങി ജോലി കിട്ടിയ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയോട് ചോദിച്ചു, പുള്ളിക്കാരി പറഞ്ഞത് അത് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ നിർബന്ധമായിട്ടും എല്ലാവരും പോസിറ്റീവ് റിവ്യൂ ഇടണം എന്ന് പറയുന്നത് കൊണ്ട് പിള്ളേർ തന്നെ ഓരോ കോഴ്സ് കഴിയുമ്പോഴും ഒരു ബൾക്ക് ഓഫ് പോസിറ്റീവ് റിവ്യൂസ് വരും. ഇതിലൊന്നും പറ്റാത്ത ആൾക്കാർ മാത്രമാണ് നെഗറ്റീവ് റിവ്യൂ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളതുകൊണ്ട് എല്ലാവരും പോസിറ്റീവ് റിവ്യൂ കൊടുക്കത്തുള്ളൂ. സോ അതിൽ നിങ്ങൾ വീടരുത്. ഈ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മേ ബി പഠിക്കുന്നതിന് ഇപ്പോൾ 40,000 രൂപയുടെയൊക്കെ കോഴ്സസ് ആയിരിക്കും. ആ കോഴ്സിനോടൊപ്പം തന്നെ ഇപ്പം ഇൻ്റർവ്യൂസ് ഒക്കെ സെറ്റ് ചെയ്ത് തരാനായിട്ട് അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് മേടിക്കും. അതൊക്കെ കാര്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഈ കമ്പനിയുമായിട്ട് അത്യാവശ്യം കമ്പനികളുമായിട്ട് ടൈപ്പ് ഉള്ള ഒരു സ്ഥാപനമാണോ നോക്കണം. അപ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. പഠിച്ച് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെറ്റായി കിട്ടുക അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇൻ്റർവ്യൂ പാസ്സാവുക എന്നുള്ളത്. അപ്പം ഈ ഒരു കമ്പനി എത്രത്തോളം വേറെ കമ്പനികളുമായിട്ട് ടൈപ്പ് ഉണ്ട്, അത്യാവശ്യം നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുമോ, ഇതിനൊക്കെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രം ഒരു കോഴ്സിന് പോയി ജോയിൻ ചെയ്യുക. ചുമ്മാ ഒരു കോഴ്സ് പാസ്സായി സർട്ടിഫിക്കറ്റ് കൈവച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ റെഡിയാക്കി കിട്ടുമോ, ഇൻ്റർവ്യൂ നിങ്ങൾക്ക് പാസ്സാക്കി കിട്ടാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പഠിപ്പിച്ച് തരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആലോചിക്കാം. അപ്പം ഇത് കണ്ടുപിടിക്കാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പാനുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തന്നത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഒത്തിരി സജഷൻസ് വന്നാണ്. ഞാൻ ഇതുമായിട്ട് റിലേറ്റഡ് കുറേയധികം സെർച്ച് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഫീഡ് മൊത്തം കംപ്ലീറ്റ് മാറി. പിന്നെ പാർക്കിലെ ജോബ്സും അല്ലെങ്കിൽ പിന്നെ കുറേയധികം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ, ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാനുള്ള ഇത് കിട്ടും. ഈ റീൽസിൽ കൂടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഓരോരുത്തർ ഇങ്ങനെ ടെക്നോപാർക്ക് ജോബ്സിൻ്റെ തന്നെ സൈറ്റുകളായിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ട് അതിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പല ഇതിപ്പോൾ ടെക്നോപാർക്ക് അല്ലെങ്കിൽ IT മാത്രമല്ല പറയുന്നത്, ഏത് ജോബിനും ഇതുപോലെ തപ്പിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ആയാലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ആയാലും ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫീഡിൽ വരും. നമ്മൾ കീപ്പ് ഓൺ സെർച്ചിങ്, നിങ്ങളെ അത് തേടി വന്നിരിക്കും.